നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന വീഡിയോ എന്താണെന്നുള്ളത് അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ചേട്ടാ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ നേരം പൊക്കോണ്ടിരുന്നത് ഫാഹിലോട്ടാണ്. ഇത് അൽനാസറാണ് കേട്ടോ. ഫാഹിൽ അൽനാസറിലോട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോവാണ് അടുത്ത മാസം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം. അൽനാസറിൽ നിന്ന് വാങ്ങുന്ന ക്ലോത്ത്സിൻ്റെ ക്വാളിറ്റീനെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അവരൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുറച്ചധികം ക്ലോത്ത്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അൽനാസർ സിറ്റി ഹൈപ്പർ മാർക്കറ്റൊക്കെ ഒരേ ബിൽഡിങ്ങിലായ കാരണം നമുക്ക് എളുപ്പം പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്കും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒന്ന് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ കണ്ടതായിരുന്നു ഈ ഒരു ഷെൽഫ്. ഇവിടെയുള്ള ഓരോ ടോയ്സിനും ഓരോ തരത്തിലായിരുന്നു എക്സ്പ്രഷൻ. ഒന്ന് ആങ്സൈറ്റിയിലിരിക്കുകയാണെങ്കിൽ ഒന്ന് വിഷമത്തിലിരിക്കുകയായിരുന്നു. പിന്നെ ഓരോന്ന് പ്ലിങ്ങിയമൊക്കെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. സംഭവം നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടുന്ന് നേരെ ഇറങ്ങി. പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞല്ലേ? അൽനാസറിൽ പോയിട്ട് അത്യാവശ്യം പൊടിച്ചിട്ടുണ്ട് നമ്മൾ. സാരമില്ല, നാട്ടിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ ഫാഹിയിൽ വന്ന് കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാറുണ്ട്. KD കാവിൻ്റെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മായ ചേച്ചീനെ കൊണ്ട് അത് കഴിപ്പിച്ച് നോക്കാം എങ്ങനെയാണ്. KDയുടെ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് KD കാവ് ഉള്ളത്. പക്ഷെ ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. ഇവിടെ നമുക്കിങ്ങനെ ഒരു കോണിൽ കിട്ടുന്ന ഈ ഒരു ഐസ്ക്രീമിന് 250 ഫിൽസേ വരുന്നുള്ളൂ. നമ്മൾ മിക്സ് ചെയ്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിക്സ് ചെയ്ത് തരും. ഇതാണ് സാധനം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെയുണ്ട് മായ ചേച്ചി? സൂപ്പർ അല്ലേ? കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒതൻറ്റിക് ടേസ്റ്റുള്ള സാധനം. ഈ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത് ഇതേ കാണുന്ന ലോട്ടിലോട്ടാണ്. ഈ ലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലുവിൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ്. ഗായ്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കപ്പിൻ്റെ പ്രാന്തമുണ്ടോ? എനിക്കിതൊക്കെ അങ്ങനെ നോക്കിയിരിക്കാൻ നല്ല ഇഷ്ടമുള്ള കാര്യം. എൻ്റെ ചേച്ചിക്ക് ഇതേ പ്രാന്ത് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ കപ്പ്, പാത്രം, അങ്ങനെയുള്ള അടുക്കളയിൽ വെക്കാൻ പറ്റിയ എന്ത് കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ നോക്കി അതൊക്കെ എടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇവിടെ കുവൈത്തിൽ വന്നിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇവരിവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന രീതി, അതിന് യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ്, കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും കൂടെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലും കൂടെ കൊണ്ടുപോയി വെക്കാനൊക്കെ തോന്നും. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ പ്രവാസികൾക്ക് എപ്പോഴും ഈ ലഗേജസിൻ്റെ പ്രോബ്ലം വരുന്ന കാരണം നമുക്കൊരു ലിമിറ്റുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നോക്കി നോക്കി വല്ലപ്പോഴൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോവുക, അത്രേ പറ്റത്തുള്ളൂ. ഇന്നലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേറെ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല, നേരെ കയറി കിടന്നുറങ്ങി. കാരണം ഇന്ന് ഡ്യൂട്ടിയുള്ള ദിവസമാണ്. ഇതെൻ്റെ ഹോസ്പിറ്റലിലോട്ടുള്ള റൂട്ടാണ്. ഈ ബിൽഡിങ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം കുവൈറ്റ് സിറ്റി എത്തി എന്നുള്ളത്. കുവൈറ്റ് സിറ്റിയിലാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി ഇതേപോലെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടന്നു പോകാറുണ്ട്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. ഇന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച സ്ഥലം. നമുക്ക് ഇതുവഴി വന്നു കഴിഞ്ഞാൽ വെയിൽ കണ്ടില്ലേ? ഇത്രയും വെയിലത്തൂടെ നടന്ന് നമ്മുടെ ഉള്ള എനർജി മൊത്തം പോകും. നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോക്കും വരവൊക്കെ ഉള്ളത്. നമുക്ക് ഞങ്ങളുടെ ബസ് അവിടെ ഗ്രൗണ്ടിലാണ് നിർത്തിയിടാറുള്ളത്. ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും ക്യാപ്പുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് വേണം ഇറങ്ങാൻ. ഈ കാണുന്ന നീളത്തിലുള്ള ബിൽഡിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് സനാബിൽ. ഇവിടെ എന്തോ മിനിസ്ട്രിയുടെ കുറച്ച് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ അതിനകത്ത് കയറിയിട്ടില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഗ്രൗണ്ട് വരുന്നത്. നമ്മുടെ ബസ് ഇതേ അങ്ങേ അറ്റത്താണ് നിർത്തിയിടുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരെന്താ ഒരു മരം പോലും വെച്ച് പിടിപ്പിക്കാത്ത ഗ്രൗണ്ടിലൊക്കെയെന്ന്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ വണ്ടി വീതമൊക്കെയാണ് ഓരോ വീട്ടിലുണ്ടാവുക. അപ്പോൾ പിന്നെ അതൊക്കെ പാർക്ക് ചെയ്യാൻ തന്നെ ഗ്രൗണ്ട് വേണം. അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും ഒഴിവാക്കിയിട്ടേക്കുന്നത്. ആ കാണാണ് ഞങ്ങളുടെ ബസ്. ഞാൻ അതോട്ട് കയറണം. നമ്മളങ്ങനെ ബസ്സിൽ കയറി എങ്ങനെയും ബസ്സിൽ കയറി ഇരുന്നാൽ മതി എന്ന് വെച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത്. ഈ വെയിലും കൊണ്ട് നമുക്കൊരു മിനിറ്റ് പോലും പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല. ബസ്സിലൊക്കെ ആൾക്കാർ വരുന്നേ ഉള്ളൂ. I'm not going. अगस्त में आने वाली है.
ന്യൂസ് അവിടെ ഭയങ്കര ഹിന്ദി സംസാരമാണ്. ഹിന്ദി ഒന്നും അറിയത്തില്ല, എന്നാലും കിടന്ന് ഹിന്ദി സംസാരിച്ചോണ്ടിരിക്കുക. ചത്താ ജൂബി? വെയിലത്ത് പണിയെടുത്ത് ജീവിക്കും. പണിയെടുക്കാറില്ല, ജീവിക്കും. ഉറക്കമായിരുന്നു. മായ ചേച്ചി ഉറങ്ങുമായിരുന്നു. മായ ചേച്ചി പണിയെടുക്കുമായിരുന്നോ? കയ്യില് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമല്ലേ? നമ്മുടെ ജൂബിയുടെ ഹസ്ബൻഡ് ബിനുചേട്ടന് ഈ മീൻ്റെ അതിന്റെ പേരെന്നാ ചേട്ടാ? എന്റെ പേരെന്തിട്ടാ? കരിമീനോ? കരിമീൻ കണ്ണൂരൊക്കെ കിട്ടുമോ? ആലപ്പുഴയല്ലേ ഉള്ളൂ. ആണോ? ഇന്ന് കരിമീൻ പൊള്ളിച്ചത്. ആയിക്കോട്ടെ, എന്റർടൈൻമെന്റ് തുടർന്നോ. നമ്മുടെ വണ്ടി എടുത്തു. ആ കാണുന്നൊരു ബിൽഡിങ്ങിലോട്ട് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അവിടെ കുറെ ഷോപ്പുകളൊക്കെ ഇപ്പോൾ അടച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പൊ ഇവരിവിടെ എന്തൊക്കെയോ ഒന്ന് മതില് പോലെ കിട്ടുന്നു. എന്താ സംഭവം മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കാണത്തില്ല. മറ്റത് പോകുമ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ, അവിടെ കുറെ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി നോക്കി പോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഇനി അതൊന്നും പറ്റത്തില്ല. ഇവരിവിടെ വേറെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, കുറെ ബോട്ടുകൾ ഇങ്ങനെ ഇടാറുണ്ട്. പ്രൈവറ്റ് ബോട്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് മീനൊക്കെ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണെന്നാണ് പറഞ്ഞത്. നമ്മളിതുവരെ പോയിട്ടില്ല അങ്ങോട്ടേക്ക്. ട്രാഫിക് ഇതാണോ പെടക്കണ കരിമീൻ? അതിനൊന്ന് പിടപ്പിക്കാവോ? സോറി ഗൈസ്, ഒറിജിനലി പെടക്കണ കരിമീനാണ് ഗൈസ്. കണ്ണൂർ ഇതെന്താ കാട്ടി പോയിട്ടാണ് കണ്ടത്. ഇതിനെന്താ ഗോൾഡൻ കളറൊക്കെ? വെറൈറ്റി തങ്കമീൻ എന്ന് പറയുന്നത്. മുള്ളൻകൊല്ലിയോ? ഇതെന്താ പാമ്പോ? ലൊക്കേഷൻ ഉണ്ട്. സാരില്ല. ബിനുചേട്ടൻ പിടിച്ച മീനിനെ എല്ലാം കണ്ട് കണ്ട് നമ്മളിവിടെ ഹോസ്റ്റലെത്തി. എന്തായാലും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നും നമ്മൾ പുറത്ത് പോയിട്ടാണ് കഴിക്കുന്നത്. വേറെ എങ്ങോട്ടേക്കല്ല, ഞങ്ങളുടെ മാംഗോൻ്റെ തൊട്ടപ്പുറത്തുള്ള അമറൽ ഖയറിലോട്ടാണ് ഞങ്ങൾ എപ്പോഴും ഫുഡ് കഴിക്കാൻ പോകാറുള്ളത്. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് റിട്ടേൺ വരാം. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഊണാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് മന്തിയാണോ ബിരിയാണിയാണോ എന്നുള്ളത് ഇങ്ങനെ ഒന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അവസാനം എല്ലാവരും കൂടെ നമുക്ക് ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ബിരിയാണീൻ്റെ കൂടെ പായസം കിട്ടാത്ത വിഷമമൊക്കെ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അടുത്ത പ്രാവശ്യം എല്ലാം റെഡിയാക്കി തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മാംഗോയിലോട്ട് പോയി. സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ കുറേ വാട്ടർ മെലൺ ഉണ്ട് ഇവിടെ. നമുക്കിവിടെ വാട്ടർ മെലൺ ഇങ്ങനെ മുറിച്ച് തരുമേ. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ വാട്ടർ മെലൺ. പിന്നെ ഡേറ്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. അപ്പം ഡേറ്റ്സിൻ്റെ സീസൺ ആയതുകൊണ്ട് ഫുള്ള് ഡേറ്റ്സ്. പിന്നെ ഞങ്ങളൊരു മൈക്രോ ഫൈബറിൻ്റെ ടവൽ തപ്പി നടക്കുമായിരുന്നു. അവസാനം ഒരെണ്ണം കിട്ടി. അത് കിട്ടിയ പാടെ പിന്നെ പോയി ബില്ലടിച്ച് നേരെ ഫ്ലാറ്റിലോട്ട് വിട്ടു. ഈവനിങ് ആയപ്പോഴേക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ നമുക്ക് പണിയുണ്ടായിരുന്നത് ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻട്രോ ആണ് കേട്ടോ ഇപ്പോൾ ഈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല, സംഭവം ഫെയിലായിപ്പോയി. എന്തായാലും നമുക്ക് നമ്മുടെ മീൻ കറിയിലോട്ട് പോവാം. മായ ചേച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള മീൻ കറിയാണ്. ഈ മീനിൻ്റെ പേരെന്തിട്ടാ? അയലപ്പാര. ഇത് കൊടമ്പുളിയാണ്, എനിക്കിഷ്ടമല്ല. തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള പ്രത്യേകതരം മീൻ കറിയാണ്. മൊത്തം പുകയാണ് ഗൈസ്.
വേപ്പിൻ്റെ ഇല, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഫസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ ഉലുവ. കടുക് ഇട്ടോ? ഇനി നമ്മൾ ഉലുവ ഇടാൻ പോകും. ഉലുവ കൂടിപ്പോയി കഴിക്കും. ഉലുവ ഇച്ചിരി കൂടിപ്പോയി ഗൈസ്. ഇല്ല കറി വെക്കാൻ അറിയാത്തവർ ഇത് അനുകരിക്കരുതേ എന്ന്. ഇഞ്ചി മൊത്തം ഇടുക, ഒരു കളയാൻ പാടില്ല. ഇനി അടുത്ത് വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അടുത്തത് എല്ലാം ഒരുമിച്ചാണ് ഇടുന്നേ. എന്നാൽ പിന്നെ പാത്രം തിരിഞ്ഞാൽ കുറേ ഇഞ്ചി വേണമായിരുന്നു തോന്നുന്നു. രസമല്ല ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ കൈക്കണക്കാണ്. ഇച്ചിരി മഞ്ഞപ്പൊടി, ആരും അളവൊന്നും ചോദിച്ച് വരരുത്. ഞങ്ങളെല്ലാം കൂറക്കോലായ കാരണം ഞങ്ങൾ ആരുടെ മുഖം കാണിക്കത്തില്ല. ഓൺലി ചട്ടി ആൻഡ് ദ ഇൻഗ്രീഡിയൻസ്. മുളക് പൊടി. ഇതെന്താണിത്? അമ്മേ മായ കൂടി കേട്ടോ, അത് കൂടിക്കണേ. ശരിയില്ലേ, കുറച്ച് കിടന്ന് കളയട്ടെ. ഇതെന്താ? മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി മതിയോ? ഇത്രേ ഉള്ളൂ. എന്റെ കർത്താവേ, എനിക്ക് വായി വെക്കാൻ പറ്റും. ഇളക്കണേലാണ് കാര്യം. ശീതൾ അത് നന്നായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഉപ്പിട്ടല്ല സഹോദരി. ഉപ്പ് കുറവാണ് ഗൈസ്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതാണ് കപ്പയും മീൻകറിയും. കുടമ്പുളി ഇട്ട മീൻകറി. ഈ സാധനം രണ്ട് എനിക്കൊരു വൈബില്ലാത്ത സാധനമായതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. പിന്നെ ചിലവരുണ്ടാക്കേണ്ട പോലെ ഉണ്ടാക്കി തന്നാൽ കഴിക്കും. കപ്പ വാങ്ങിച്ചതിന് ശേഷമാണ് പൈസ നോക്കണത്. നല്ല റേറ്റുള്ള ഒരു സാധനം. നമ്മളിതെല്ലാം അരിഞ്ഞ് പ്രോസസ്സ് ചെയ്യാൻ നേരത്തെ കാണിച്ചു തരാം. നമ്മളെല്ലാ കപ്പയും കൊത്തി അരിഞ്ഞ് ഈ ഒരു പരുവാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് എനിക്കറിയില്ല. മായച്ചേച്ചി ശീതളം കൂടെയാണ് ഉണ്ടാക്കുന്നത്. പാകത്തിന് വെള്ളം, നാളെ വീക്കെൻഡ് ആയതുകൊണ്ട് നേരത്തെ എണീക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡെല്ലാം ഇന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഫിലിം നല്ല ഫിലിമാണ്, എല്ലാവരും കണ്ടു നോക്കൂ. ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.